വചനമൊഴി ഏപ്രിൽ 14. വചനഭാഗം ഹെബ്രായർ 1:5-14, യോഹന്നാന്റെ സുവിശേഷം 11:47-57. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അപ്പോൾ പ്രധാന പുരോഹിതന്മാരും ഫരീസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ മഹാപുരോഹിതനുമായ കയ്യാഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനും വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈശോ പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ അവിടെ നിന്നുപോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് പെസഹായ്ക്ക് മുൻപേ ജെറുസലേമിലേക്ക് പോയി. അവർ ഈശോയെ അന്വേഷിച്ചുകൊണ്ട് ദൈവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പ്രധാന പുരോഹിതന്മാരും ഫരീസേയരും കൽപ്പന കൊടുത്തിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് മരണത്തിന് ശേഷം ലാസറിന് ഈശോ പുനർജീവൻ നൽകി. അതിനുശേഷം ധാരാളം ആളുകൾ ഈശോയിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പുരോഹിത പ്രമുഖരും ഫരീസേയരും നിയമജ്ഞരുമൊക്കെ ഈശോയെ എങ്ങനെയെങ്കിലും ഇല്ലെന്നാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ജനം ഈശോയുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ അവർ ആലോചന നടത്തുമ്പോൾ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യാഫാസ് ഈശോയെക്കുറിച്ചൊരു പ്രവചനം എന്ന നിലയിൽ പറഞ്ഞു, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ മരിക്കപ്പെടണം. ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. ഒരുവൻ മരിക്കുന്നത് ആവശ്യമാണ്. സുവിശേഷകൻ പറയുന്നു, അത് അദ്ദേഹം സ്വമേധയാ പറഞ്ഞതല്ല, മറിച്ച് ഈശോ മിശിഹായുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നുവെന്ന്. കാരണം മിശിഹായുടെ മരണം മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ഈശോ മിശിഹായുടെ സ്വയം സമർപ്പണമായിരുന്നു. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ മിശിഹ സ്വയം സമർപ്പിക്കുവാൻ വേണ്ടി പെസഹ തിരുനാളിനായി കാത്തു നിൽക്കുകയാണ്. മറ്റാരുടെയും തീരുമാനത്തിൻ്റെ ഫലമായിട്ടല്ല മിശിഹായുടെ മരണം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. മിശിഹ പെസഹ തിരുനാളിന് മുൻപ് എഫ്രായിം പ്രദേശത്തേക്ക് പോയി രഹസ്യമായി താമസിക്കുകയും പെസഹ തിരുനാളിന് സ്വയം സമർപ്പിക്കുവാൻ വേണ്ടി പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ജെറുസലേമിലേക്ക് വരികയും ചെയ്യുന്നത്. ഈശോ മിശിഹായുടെ പീഡാനുഭവകുരിശും ഉത്ഥാന രഹസ്യങ്ങളെ സവിശേഷമായി ധ്യാനിച്ച് ആത്മവിശുദ്ധീകരണത്തിനായി പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ വിശുദ്ധ വാരത്തിലെ തിരുക്രമങ്ങളൊക്കെ ഏറ്റവും വിശുദ്ധമായും വിശ്വസ്തതയുടെയും ആത്മീയ ഉണർവിന് കാരണമാകുന്ന വിധത്തിലും നടത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആത്മരക്ഷ ലക്ഷ്യം വെച്ച് അനുദിന ജീവിതത്തെ നയിക്കുവാനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.